തവണ വിളിച്ചു, താൻ എന്താ കോൾ എടുക്കാത്തെ? ഒരു മൂഡ് ഒന്നുമില്ല. ഓഹോ, താൻ തന്റെ മൂഡിനനുസരിച്ചാണോ എന്നോട് സംസാരിക്കുന്നത്? അതെ. തമാശ വിട്ടിട്ട് കാര്യം പറ. തന്നെ കാണാതെ ഞാൻ എന്തുമാത്രം ടെൻഷനായെന്നറിയോ? എവിടെയാണെന്നും അറിയില്ല, ഫോണും എടുക്കില്ല. എന്നെ കാണാതാകുമ്പോൾ ടെൻഷൻ ആവാനും തുരുതുര ഫോൺ വിളിച്ചെടുക്കാതാവുമ്പോൾ വെപ്രാളം കാണിക്കാനും ഇതുപോലെ ഗേറ്റിന് മുന്നിൽ വന്ന് കാത്തു നിൽക്കാനും എനിക്കൊരു പെണ്ണിനെ വേണം. തയ്യാറാണെങ്കിൽ കുട്ടി കയറിക്കോളൂ. കുന്തം. താൻ സൂസനെ കാണാൻ പോയിട്ട് എന്തായി? അതാദ്യം പറ. അതൊക്കെ പറയാം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ മോളെ. വക്കീല് ചുമ്മാ കളിക്കല്ലേ. താൻ പോയ കാര്യം നടന്നോ? പോയ കാര്യം നടത്താതെ ഈ അഡ്വക്കേറ്റ് മഹേഷ് തിരിച്ചു വരുമെന്ന് കുട്ടിക്ക് തോന്നുന്നുണ്ടോ? കുട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത ശേഷം ഈ മഹേഷ് പറഞ്ഞത് എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ താൻ എന്റെ മുഴുവൻ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കണ്ട. പറയുന്നത് മാത്രം ചെയ്താ മതി. സൂസൻ എന്താ പറഞ്ഞെന്നൊന്ന് പറയടോ. ഐ ലവ് യു എന്ന്. എന്താ പറയാൻ സൗകര്യമില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? എനിക്ക് നല്ലോണം ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ചൊറിയുന്നുണ്ടെങ്കിൽ മാന്തിക്കോളൂ കുട്ടി. മാന്താൻ ആളെ വിളിക്കണോ? പോയേ, എനിക്കൊന്നും അറിയണ്ട. അപ്പോ സൂസൻ പറഞ്ഞ കാര്യം അറിയണ്ടേ? അതല്ലേ കൊറേ നേരം കൊണ്ട് ചോദിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ താൻ ആളെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുവല്ലേ. കുട്ടി കയറ്, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ആലോചിച്ച് നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, ചിന്തിച്ചു നിൽക്കാതെ വന്ന് കയറ് കുട്ടി. വിശദമായിട്ട് എല്ലാം പറഞ്ഞു തരാം. വാ. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. സൂസൻ എന്താ പറഞ്ഞത്? സൂസനോ? അതാരാ? സൂസൻ ഇയാളുടെ ഒന്ന് പോടോ. അമ്മ ഇന്ന് പകലിവിടെ ഇല്ലായിരുന്നോ? ഞാൻ വൈദ്യരെ കാണാനായിട്ട് വൈദ്യശാല വരെ ഒന്ന് പോയിരുന്നു. കുഴമ്പെല്ലാം തീർന്നുപോയി. അതിന് അമ്മ എന്തിനാ പോയത്? ആരെങ്കിലും വിട്ട് വാങ്ങിപ്പിച്ചാ പോരായിരുന്നു? എനിക്ക് പോസ്റ്റ് ഓഫീസിലും ഒന്ന് പോണായിരുന്നു. അമ്മേ, അമ്മ ഇന്ന് പകലിവിടെ വേണമായിരുന്നു.